ടീച്ചേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? സോ ഇന്ന് നമ്മൾ ലെസൺ 19 പറ്റിയിട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രിപ്പോസിഷൻസിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. സോ എവരി വൺ കീപ് ലിസൺ, ഓക്കെ? A preposition is a word, usually very small, used with a noun or noun equivalent to show its relation with some other words in a sentence. So preposition എന്ന് പറയുന്നത് ഒരു വേർഡാണ്. ഇറ്റ്സ് യൂഷ്വലി വെരി സ്മോൾ, അതായത് സ്മോൾ ആയിട്ടുള്ള വേർഡ്സ് ആണ്. യൂസ്ഡ് വിത്ത് നൗൺ ഓർ നൗൺ ഈക്വലൻറ്റ്, നൗണിൻ്റെ കൂടെയോ അതോ പ്രൊനൗൺസിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ടു ഷോ ഇറ്റ്സ് റിലേഷൻ വിത്ത് സം അതർ വേർഡ്സ് ഇൻ എ സെൻറ്റൻസ്, ഒരു സെൻറ്റൻസിൽ അതിൻ്റെ റിലേഷൻ കാണിക്കാൻ വേണ്ടി. ഷോ ഇറ്റ്സ് റിലേഷൻ സം അതർ വേറെ വേർഡ്സിൻ്റെ കൂടെ ആ ഒരു സെൻറ്റൻസിൻ്റെ റിലേഷൻ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പ്രിപ്പോസിഷൻസ്. സച്ച് റിലേഷൻസ് ഇൻക്ലൂഡ് ദോസ് ഓഫ് ടൈം, സ്പേസ്, പൊസിഷൻ, ഡിറക്ഷൻസ്. ഈ റിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞു വേർഡ്സിൻ്റെ സെൻറ്റൻസിൻ്റെ കൂടെ അതിൽ റിലേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതിന് എന്തൊക്കെയാണ് അത്തരം റിലേഷൻ സിറ്റുവേഷൻസ് ആണ് പറയുന്നത്. ടൈം കാണിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സ്പേസ്, പൊസിഷൻ, ഡിറക്ഷൻസ്, ഇതൊക്കെ കാണിക്കാൻ വേണ്ടി, ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രിപ്പോസിഷൻസ് യൂസ് ചെയ്യുന്നത്. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, ഈസ് എ പ്രിപ്പോസിഷൻ commonly placed before a noun or pronoun in the sentence. As the name indicates, പേരിൽ പറയുന്നത് പോലെ തന്നെ എ പ്രിപ്പോസിഷൻ, അതായത് പ്രീ കഴിഞ്ഞിട്ട് ഒരു ഹൈഫൻ, ഒരു പൊസിഷൻ, കോമൺലി പ്ലേസ്ഡ് ബിഫോർ എ നൗൺ, അതായത് ഒരു നൗണിൻ്റെ മുൻപായിരിക്കും അല്ലെങ്കിൽ ഒരു നൗണിൻ്റെ മുന്നിലായിരിക്കും പ്രിപ്പോസിഷൻ ഉപയോഗിക്കുക. പ്രീ മീൻസ് മുൻപേ എന്നുള്ള മീനിങ് ആണ്. പ്രീയും പോസ്റ്റും കേട്ടിട്ടില്ലേ? പ്രീ മുൻപും പോസ്റ്റ് ശേഷമാണ്. ടൈപ്സ് ഓഫ് പ്രിപ്പോസിഷൻസ്. There are two types of prepositions, simple and complex. So we can classify the preposition as two. First one is simple and second one is complex. Simple prepositions are short, single words. So simple preposition is always short words and single words. So the examples of simple preposition is at, about, after, along, among, against, across, amid, before, behind, for, from, like, over, till. ഇതൊക്കെ സിമ്പിൾ പ്രിപ്പോസിഷൻസിൻ്റെ എക്സാമ്പിളാണ്. ഇനിയുണ്ട് കേട്ടോ ഒരുപാടെണ്ണം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് നന്നായിട്ട് റെഫർ ചെയ്യുക, നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് പ്രിപ്പോസിഷൻസ് മാത്രമേ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഇനി നിങ്ങൾ വായിച്ചു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ഐഡിയ കിട്ടിക്കോളും. So the next classification of preposition is complex preposition. So also called compound prepositions. So the complex preposition is also called compound prepositions. So the words of complex preposition is along with, apart from, aside from, by means of, in comparison with, in front of, together with. So compound, we also studied earlier that compound words. So it's a conjoining or joining of two words. So this compound preposition, the compound preposition is also called complex. So it's a conjoining of two words along with. So it's a one word, even two words combined or conjoining to one. Then next we are analyze the various categories of preposition. Next we are try to analyze the various category. What are the different and various categories of preposition? So the first one is, to analyze the category, the first we can classify the preposition of time. The preposition of time. ഇനി പറയാൻ പോകുന്നത് വാരിയസ് കാറ്റഗറീസ് ആണ്. ഏതൊക്കെയാണ് പ്രിപ്പോസിഷൻസിൻ്റെ കാറ്റഗറി, നമ്മൾ യൂസ് ചെയ്യുന്ന സാഹചര്യം, അതിനെക്കുറിച്ചിട്ടാണ് ഇനി പറയാൻ പോകുന്നത്. പ്രിപ്പോസിഷൻ ഓഫ് ടൈം, അതായത് ടൈമിൽ ഈ പ്രിപ്പോസിഷൻസ് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റില്ല. ടൈം ഇൻഡിക്കേറ്റ് ചെയ്യാൻ പ്രിപ്പോസിഷൻ അവിടെ മസ്റ്റാണ്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ വേർഡ്സ് പറയാം.
until, after, before, during, for, since, at, in, on, by, from. സോ ഇതൊക്കെ ഈ പ്രൊപ്പോസിഷൻസ് ഒക്കെ ഇൻഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ടൈം ഷെഡ്യൂളിനെ ഒക്കെ സൂചിപ്പിക്കാറ്. അപ്പോൾ പ്രിപ്പോസിഷൻ ഓഫ് ടൈം എന്ന് പറയുന്നത് അതിന് എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത് അണ്ടിൽ, ആഫ്റ്റർ, ബിഫോർ, ഡ്യൂറിങ്, ഫോർ, സിൻസ്, അറ്റ്, ഇൻ, ഓൺ, ബൈ, ഫ്രം. നെക്സ്റ്റ് തിങ് ഈസ് പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ്. പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസിനെ കുറിച്ചിട്ടാണ് ഇത് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്, ഇതിനൊക്കെ എക്സാമ്പിൾസേ ഉള്ളൂ കേട്ടോ, കാരണം ഓൾറെഡി നമുക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവും വാട്ട് ഈസ് പ്രിപ്പോസിഷൻ ഓഫ് ടൈം, പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ്. സോ അതിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത് ഇൻ, അറ്റ്, അണ്ടർ, ബിലോ, ഓവർ, എബവ്, ബിറ്റ്വീൻ, ബിയോണ്ട്, ഔട്ട്, ഔട്ട് ഓഫ്, എക്സെട്ര. അതായത് പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ്. ഈ പ്രിപ്പോസിഷൻ വെച്ചിട്ടാണ് നമ്മൾ നൗണിൻ്റെ ബിഫോറായിട്ട് മുൻപിൽ കൊടുത്തിട്ടാണ് നമ്മളൊരു വേർഡ് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രിപ്പോസിഷൻ ആഡ് ചെയ്താൽ മാത്രമേ ആ സെൻറ്റൻസ് അവിടെ കറക്റ്റ് ആവത്തുള്ളൂ. സോ ഇതൊക്കെ നിങ്ങൾ മാക്സിമം ബൈ ഹാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് ഇനിയിപ്പോൾ മൊത്തം പറ്റിയിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് 2-3 എങ്കിലും ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ബൈ ഹാർട്ട് ചെയ്യാനും ശ്രമിക്കുക. മേ ബി ഇനി എക്സാമിൻ്റെ സമയത്തോ അല്ലെങ്കിൽ എക്സാമിന് ക്വസ്റ്റ്യനായിട്ട് വരുന്നത് ചിലപ്പോൾ സെൻറ്റൻസ് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ പ്രൊപ്പോസിഷൻസ് കറക്റ്റായിട്ട് യൂസ് ചെയ്യാനൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതൊട്ടും അറിഞ്ഞില്ല, ഈ ടൈമിൻ്റെയും പ്ലേസിൻ്റെയും ഒക്കെ വെവ്വേറെ സെപ്പറേറ്റ് പഠിക്കുന്നത് തന്നെ അതിന് വേണ്ടിയിട്ടാണ്. അടുത്തതായിട്ട് പ്രിപ്പോസിഷൻ ഓഫ് ഡയറക്ഷൻസിനെ പറ്റിയിട്ട് അതിന് എഗൈൻസ്റ്റ്, അറ്റ്, ടു, ടുവാർഡ്സ്, ഫ്രം, ഓഫ്, ഔട്ട്, ഔട്ട് ഓഫ്, എക്സെട്ര. ഇതൊക്കെ പ്രിപ്പോസിഷൻ ഓഫ് ഡിറക്ഷൻസ് ആണ്. എഗെയിൻസ്റ്റ് എതിരെ, ടുവാർഡ്സ് അങ്ങനെയൊക്കെ, ഫ്രം ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ആ ഡയറക്ഷൻ ഏത് ഡയറക്ഷൻ ആണെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് റൂൾസ്, ഈ പ്രിപ്പോസിഷനൊക്കെ യൂസ് ചെയ്യുന്നതിന് ചില റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ റൂൾസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു നോക്കാം. സോ പ്രിപ്പോസിഷൻ ഓഫ് ടൈംസിൽ ഈ റൂൾസ് എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്. എക്സാമ്പിൾ, അതിന് എക്സാമ്പിളായിട്ടൊരു വേർഡ്, ആ പ്രിപ്പോസിഷൻ ഓഫ് ടൈമിൽ നിന്ന് ഒരു വേർഡ് എടുത്തിട്ട് ഇവിടെ അതിന് എക്സാമ്പിൾ പറയുകയാണ്. സോ ഇത്തരത്തിലുള്ള എക്സാമ്പിൾസും അതുപോലെ തന്നെ ആക്ടിവിറ്റീസും ചെയ്ത് പഠിച്ചാൽ മാത്രമേ പ്രിപ്പോസിഷനൊക്കെ മനസ്സിൽ ഉറക്കത്തുള്ളൂ. അല്ലാതെ ക്ലാസ് കേട്ടുകൊണ്ട് മാത്രം എന്താണ് പ്രിപ്പോസിഷൻ, അതുപോലെ തന്നെ എന്തൊക്കെയാണ് അതിൻ്റെ സെൻറ്റൻസ് ടൈപ്പ്, അത് എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നൊന്നും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു ഐഡിയ കിട്ടുന്നല്ലാണ്ട് അത് എക്സസൈസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ പറ്റുള്ളൂ. ഞാൻ എപ്പോഴും പറയാറ് ഗ്രാമർ എന്ന് പറയുന്നത് മാത്സിൻ്റെ അതുപോലെ തന്നെ മാത്സിൻ്റെ അതേ കാറ്റഗറിയാണ്. കാരണം എന്തെങ്കിലും ഒരു വേർഡ് തെറ്റിപ്പോയി ആ സെൻറ്റൻസ് തന്നെ മൊത്തം തെറ്റിപ്പോയി, മൊത്തത്തിൽ ഗ്രാമാറ്റിക്കൽ എറേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇനി റൂൾസ് അതിൻ്റെ റൂൾസും റെഗുലേഷൻസിനെ പറ്റിയിട്ടാണ് ഇനി പറയാൻ പോകുന്നത്. പ്രിപ്പോസിഷൻ ഓഫ് ടൈം. സോ പ്രിപ്പോസിഷൻ ടൈമിൽ എങ്ങനെ ഇതാക്കുന്നു, അതിന് എക്സാമ്പിളായിട്ട് വേർഡ് പറയുന്നത് ഫോർ എന്നുള്ള വേർഡാണ്. ഫോർ ഷോസ് ഹൗ ആൻ ആക്ഷൻ ലാസ്റ്റ്. അത് ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു എത്രത്തോളം അത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്, നീണ്ടു നിൽക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഫോർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് ഐ സ്റ്റേയ്ഡ് ഇൻ ദ ക്ലാസ് റൂം ഫോർ 30 minutes. ഐ സ്റ്റേയ്ഡ് ഇൻ ദ ക്ലാസ് റൂം ഫോർ 30 minutes എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഷോ ആൻ ആക്ഷൻ ലാസ്റ്റ്. അതിൻ്റെ ഒരു ആക്ഷൻ അതിൻ്റെ അവസാനം വരെ നീണ്ടു നിൽക്കുന്നത് കാണിക്കുന്നുണ്ട് ഇവിടെ. ഐ സ്റ്റേയ്ഡ് ഇൻ ദ ക്ലാസ്, ഞാൻ ക്ലാസ്സിൽ 30 മിനിറ്റോളം അവിടെ ക്ലാസ്സിൽ സ്റ്റേ ചെയ്തു നിന്നു എന്നാണ് പറഞ്ഞത്. സോ ദ നെക്സ്റ്റ് ഈസ് സിൻസ്. സിൻസ് എന്നുള്ള പ്രിപ്പോസിഷനാണ് പറയുന്നത്. സിൻസ് ഷോ ദ കണക്ഷൻ ബിറ്റ്വീൻ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ്. സോ നമ്മൾ പാസ്റ്റിനെയും പ്രസൻറ്റിനെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിൻസ് എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ സിൻസ് എന്ന് പറയുമ്പോൾ അത് സ്റ്റിൽ കണ്ടിന്യൂ, ഈവൻ അറ്റ് പ്രസൻറ്റ് ദ ആക്ടിവിറ്റി ഓർ വാട്ട് എവർ ദാറ്റ് ഈസ് കണ്ടിന്യൂയിങ് ഓർ വി ഹാവ് ഡൺ ഇറ്റ് ടിൽ. ഇതുവരെ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുക, എപ്പോഴും ആ പ്രവൃത്തി നമ്മളവിടെ ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പാസ്റ്റിൻ്റെയും പ്രസൻറ്റിൻ്റെയും കണ്ടിന്യൂവേഷനും കാണിക്കുന്നുണ്ട്. ആ പാസ്റ്റും പ്രസൻറ്റും ഇപ്പോഴും നമ്മളത് ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സിൻസ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ, ഐ ഹാവ് ബീൻ എ സ്റ്റുഡൻറ്റ് ഓഫ് ക്രൈസ്റ്റ് കോളേജ് സിൻസ് 2016. ഐ ഹാവ് ബീൻ എ സ്റ്റുഡൻറ്റ് ഓഫ് ക്രൈസ്റ്റ് കോളേജ് സിൻസ്
2016 എന്നാണ് പറയുന്നത്. സിൻസ് ഇപ്പോഴും 2016 ആ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു, ഇപ്പോഴും സ്റ്റിൽ കണ്ടിന്യൂയിങ് എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. സോ ദ നെക്സ്റ്റ് പ്രിപ്പോസിഷൻ ഈസ് അറ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. ഷോസ് ദ എക്സാക്ട് പോയിന്റ് ഓഫ് ടൈം. അറ്റ് എന്ന് പറയുന്നത് എക്സാക്ട് പോയിന്റ് ഓഫ് ടൈമിനെ കാണിക്കാൻ വേണ്ടിയിട്ട്, കറക്റ്റ് ടൈമിനെ സൂചിപ്പിക്കാൻ അല്ലെങ്കിൽ ടൈമിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പോസിഷനാണ് അറ്റ്. നമ്മളിപ്പോൾ നേരത്തെ അതിനൊക്കെ എക്സാമ്പിൾസ് പറഞ്ഞിട്ട് ആ എക്സാമ്പിൾ വെച്ചിട്ടുള്ള ആ വേർഡ്സ് വെച്ചിട്ടുള്ള എക്സാമ്പിൾസ് ആണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ അറ്റ് എന്ന് പറയുന്നത് എക്സാക്ട് പോയിന്റ് ഓഫ് ടൈമാണ്. മിസ്റ്റർ ജോൺ വിൽ ഡെലിവർ ഹിസ് ലെക്ചേഴ്സ് അറ്റ് 3 PM. ഇവിടെ കറക്റ്റ് ടൈം പറയുന്നുണ്ട്, എക്സാക്റ്റുള്ള ടൈമാണ് ഇവിടെ ഇതാക്കുന്നത്. സോ നോക്കിക്കോളൂ, ആ എക്സാമ്പിൾ എന്താണ്? മിസ്റ്റർ ജോൺ വിൽ ഡെലിവർ ഹിസ് ലെക്ചേഴ്സ് അറ്റ് 3 PM. മിസ്റ്റർ ജോൺ അയാളുടെ ലെക്ചേഴ്സ് അല്ലെങ്കിൽ അയാളുടെ പ്രഭാഷണമോ പ്രബന്ധമോ അയാളുടെ ലെക്ചേഴ്സ് കറക്റ്റ് 3 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇനി അടുത്തത് ഇന്ന് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. ഇൻ ഷോസ് ദ പീരിയഡ് വിത്തിൻ വിച്ച് ആൻ ആക്ടിവിറ്റി വാസ് ഡൺ ഓർ വിൽ ബി ഡൺ. എന്ന് പറയുന്നത് ആക്ടിവിറ്റി ചെയ്യുകയോ അതോ ഇപ്പോഴും അത് ചെയ്യാൻ പോവുകയോ അങ്ങനെ 2 പോസിബിലിറ്റി പറയുകയാണ്. അത് മേ ബി ചെയ്തിട്ട് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചെയ്യാൻ വിൽ ബി ഡൺ, ചെയ്യാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ പോസിബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ പറയുന്നുണ്ട്, അതിന് എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട് ഐ ഡു വർക്ക് ഇൻ 2 days. അവിടെ 2 ദിവസം വർക്ക് ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്തു. ഇനിയിപ്പോൾ ചെയ്യില്ലേ ഒന്നും അറിയില്ല, പക്ഷേ ഹി ഹാസ് ഡൺ ഹിസ് വർക്ക്. അതിൽ 2 ദിവസം വർക്ക് ചെയ്തു, പക്ഷേ ഇനി ചെയ്യാനുള്ള സാധ്യതയുണ്ടോ അതൊന്നും അറിയില്ല. മേ ബി ഇനി ചെയ്യാം, അല്ലെങ്കിൽ അത് ചെയ്ത് ഇപ്പം അയാൾ ചെയ്തു, 2 ദിവസം അയാൾ വർക്ക് ചെയ്തു, പക്ഷേ ഇനി അങ്ങോട്ട് ചെയ്യില്ലേ, ഇറ്റ്സ് മേ ബി എ പോസിബിലിറ്റി. ഇനി അടുത്തതായിട്ട് പ്രിപ്പോസിഷൻ പറയുന്നത് ഓൺ എന്നുള്ളതാണ്. ഓൺ ഈസ് യൂസ്ഡ് വിത്ത് ഡേയ്സ് ആൻഡ് ഡേറ്റ്സ്. സോ ഓൺ എന്ന് പറയുന്നത് ഡേയ്സിൻ്റെ കൂടെയും ഡേറ്റുകളുടെ കൂടെയും ആണ് ഓൺ എന്നുള്ള ഇത് ഉപയോഗിക്കുന്നത്. സോ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം, ഓൺ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡേറ്റിൻ്റെയും അതുപോലെ തന്നെ ഡേയ്സിൻ്റെയും കൂടെ തന്നെയാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് ഹി വിൽ ബി കെയിം ഓൺ മൺഡേ. അവൻ മൺഡേ എത്തും എന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് ബൈ എന്നാണ്. ബൈ ഷോസ് ദ ലേറ്റസ്റ്റ് ടൈം വിച്ച് ആൻ ആക്ഷൻ വാസ് ഡൺ ഓർ വിൽ ബി ഡൺ. സോ ബൈ ഷോസ് ദ ലേറ്റസ്റ്റ് ടൈം, അതായത് അതിൻ്റെ അപ്പത്തെ ലേറ്റസ്റ്റ് ദ കറണ്ട് ടൈം വിച്ച് ആൻ ആക്ഷൻ വാസ് ഡൺ ഓർ വിൽ ബി ഡൺ. ആ ആക്ഷൻ നടന്നോ അല്ലെങ്കിൽ നടക്കാൻ പോകുന്നുണ്ടോ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബൈ എന്നുള്ള പ്രിപ്പോസിഷൻ നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് ഹി വിൽ വിസിറ്റ് ദിസ് പ്ലേസ് ബൈ ഫ്രൈഡേ. മേ ബി ഓർ മേ നോട്ട് ബി വിസിറ്റ് ദ പ്ലേസ് ഇൻ ഫ്രൈഡേ. അതായത് മേ ബി വിസിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഷുവറായിട്ടും വിസിറ്റ് ചെയ്യാമെന്നുള്ള ഒരു ആംബിഗ്വസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ഇതാണ് പറയുന്നത്. ഒന്നെങ്കിൽ ആ ആക്ഷൻ ചെയ്തിരിക്കും, വിൽ ബി ഡൺ, ചിലപ്പോൾ അത് കുറച്ചുകൂടെ പോസ്റ്റ്പോണ്ട് ആയിട്ട് അല്ലെങ്കിൽ ഒന്ന് മാറ്റി വെച്ചിട്ടായിരിക്കും ചെയ്യുക, കുറച്ച് ദിവസങ്ങൾ ഗ്യാപ്പ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ ആക്ഷൻ ഇപ്പോൾ തന്നെ നടന്നിട്ടുണ്ടായിരിക്കും. അത് നേരത്തെ നമ്മളിപ്പോൾ ഒരു ഇന്നുള്ള പ്രപ്പോസിഷനിൽ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഫ്രമ്മിൻ്റെ യൂസ് ആണ്. ഷോസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ആൻ ആക്ടിവിറ്റി. ഒരു പ്രവൃത്തിയുടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഒരു ആക്ടിവിറ്റീൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്രം എന്നുള്ള പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. ഇൻ കോമൺലി ഫൗണ്ട് വിത്ത് ടു ആൻഡ് ടിൽ. ഇത് കോമൺ ആയിട്ട് ടില്ലിൻ്റെയും ടു എന്നുള്ള പ്രപ്പോസിഷൻ്റെയും കൂടെ ആണ് ഫ്രം യൂസ് ചെയ്യുക. ദ ഗവർണർ വിൽ ബി ഹിയർ ഫ്രം 4 to 6 PM. സോ അതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് ദ ഗവർണർ വിൽ ബി ഹിയർ 4 to 6 PM. 4 to 6 വരെ ഗവർണർ ഇവിടെ ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് പ്രിപ്പോസിഷൻ എന്താണെന്നും
അതിൻ്റെ ടൈപ്സും അതുപോലെ തന്നെ എന്തൊക്കെയാണ് വാരിയസ് കാറ്റഗറീസ് ഓഫ് പ്രിപ്പോസിഷൻസും പിന്നെ റൂൾസ്, വാട്ട് ആർ ദ റൂൾസ് റിഗാർഡിങ് സർട്ടൈൻ പ്രിപ്പോസിഷൻസ്, എന്തൊക്കെയാണ് ഓരോ പ്രിപ്പോസിഷൻ്റെ റൂൾസും എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത്. ഈ ഈ ഈ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ അതുപോലെ തന്നെ മാക്സിമം ഈ വേർഡ്സൊക്കെ ബൈ ഹാർട്ട് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എഴുതുന്ന സമയത്ത്, എക്സാം എഴുതുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെൻറ്റൻസ് എഴുതുന്ന സമയത്തോ കറക്റ്റ് ഈ റൂൾസും കാര്യങ്ങളും ഫോളോ ചെയ്ത് നിങ്ങൾക്ക് സെൻറ്റൻസ് തെറ്റാതെയും ഗ്രാമർ തെറ്റാതെയും എഴുതാൻ പറ്റുള്ളൂ. സോ ഐ ജസ്റ്റ് വൈൻഡ് അപ്പ് ടുഡേയ്സ് ക്ലാസ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എനിവേ താങ്ക്സ് എവ്രി വൺ.